ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. എന്താണെന്ന് നോക്കാം. വെൻ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആർ ലോസ് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് റിഡംഷൻ റിസർവ് അക്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് സച്ച് റിഡംഷൻ ഈസ് സെയ്ഡ് ടു ബി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അതായത് നമ്മുടെ ബിസിനസ്സിന് ഡിബഞ്ചേഴ്സുകളെ സെറ്റിൽ ചെയ്യാനുള്ള സഫിഷ്യൻറ്റ് എമൗണ്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് എടുത്തിട്ട് ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഡിബഞ്ചേഴ്സിന് എമൗണ്ട് എന്ന് പറഞ്ഞത് ഒരു 10 lakh ആണെന്ന് കരുതാം. നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ വർഷം ഒരു 50 lakh പ്രോഫിറ്റ് ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ ആ 50 lakh നിന്ന് 10 lakh എടുത്തിട്ട് ഡിബഞ്ചേഴ്സിന് സെറ്റിൽ ചെയ്യുന്ന മെത്തേഡാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിഡംഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? DRR എന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യാനുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. കമ്പനീസ് ആക്ട് 2013 റിക്വയർഡ് എവറി കമ്പനി ടു ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് DRR എവറി ഇയർ സഫിഷ്യൻറ്റ് എമൗണ്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റ് അണ്ടിൽ സച്ച് ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ്. നമ്മൾ ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ, ഔട്ട് ഓഫ് പ്രോഫിറ്റ് പ്രകാരം സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരു കമ്പൽസറി ആയിട്ട് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്നുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്, വെൻ ആൻ എമൗണ്ട് ഈക്വൽ ടു 50% ഓഫ് എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു DRR അക്കൗണ്ട് ഇറ്റ് മീൻസ് ദാറ്റ് 50% ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അതായത് DRRലേക്ക് നമ്മൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 50% ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? 50% റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയും. അതായത് നമ്മൾ എത്ര എമൗണ്ട് ആണോ DRRലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഡിബഞ്ചേഴ്സിനെ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. സെബി ഗൈഡ് ലൈൻസ്. ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? സെക്യൂരിറ്റി ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് സെബിയുടെ ഈ ഗൈഡ് ലൈൻസ് എന്ന് നോക്കാം. നമുക്ക് ഒരു കമ്പനിക്ക് നേരത്തെ പറഞ്ഞ പോലെ 50 lakh പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ് അല്ലേ? ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ടാണ് ഈ 50 lakh എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട പ്രോഫിറ്റിൻ്റെ ഡിവിഡൻറ്റിന്ന് എന്ത് പറയും? എമൗണ്ട് പറയും. ഇപ്പോൾ 50 lakh പ്രോഫിറ്റ് ഉണ്ട്, 10 lakh ഡിബഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ 50 lakh 10 lakh എടുത്തിട്ട് ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 5 lakh മാത്രമേ എന്തുണ്ടാവുള്ളൂ? പ്രോഫിറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 5 lakh ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക? ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോർഷനും അതുപോലെ ഡിബഞ്ചേഴ്സിനെയും നമ്മൾ ഒരുപോലെ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ സെബി ഇറക്കിയിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസുകളുണ്ട്. അത് കമ്പനീസുകൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെബി ഗൈഡ് ലൈൻ. സെബി ഹാസ് പ്രൊവൈഡ് ദ ഫോളോയിങ് ഗൈഡ് ലൈൻസ് ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് വിത്ത് വ്യൂ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിനെ അതുപോലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി ഇറക്കിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. ഫസ്റ്റ് വൺ നോക്കാം. എവറി കമ്പനി ഷാൾ ക്രിയേറ്റ് ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് റിഡീമബിൾ ആഫ്റ്റർ പീരീഡ് ഓഫ് മോർ ദാൻ 18 months ഓഫ് ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റ് തന്നെയാണ്. ഒരു കമ്പനി ഡിബഞ്ചറിനെ റിഡീം ചെയ്യാൻ ക്യാപിറ്റൽ പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അവർ DDR അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്നുള്ള അക്കൗണ്ട് കമ്പൽസറി ആയിട്ടും ക്രിയേറ്റ് ചെയ്യണം. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എ കമ്പനി ഷാൾ ക്രിയേറ്റ് ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 20% ഓഫ് എമൗണ്ട് ഓഫ് ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ്. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യുക? ഡിബഞ്ചേഴ്സിനെ
റിഡീം ചെയ്യുന്നുണ്ടെങ്കിൽ, ഔട്ട് ഓഫ് പ്രോഫിറ്റ് റിഡീം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 25% ഫേസ് വാല്യൂയുടെ ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ടിൻ്റെ 25% ഈക്വലായിട്ട് അറ്റ്ലീസ്റ്റ് 25% എങ്കിലും DRRലേക്ക് നിർബന്ധമായിട്ടും കൺവേർട്ട് ചെയ്തിരിക്കണം. ഇനി തേർഡ് വണ്ണ്, ദ ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഒബ്ലിഗേറ്ററി ഫോർ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആൻഡ് നോൺ കൺവേർട്ടബിൾ പോർഷൻ ഓഫ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. അതായത് ഏത് കേസുള്ള ഡിബഞ്ചേഴ്സാണ്, കൺവേർട്ടബിൾ ആണെങ്കിലും നോൺ കൺവേർട്ടബിൾ ആണെങ്കിലും പാർട്ട്ലി കൺവേർട്ടബിൾ ഉള്ളതാണെങ്കിലും ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യുന്ന മെത്തേഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ DRR നമ്മൾ കമ്പൽസറി ആയിട്ടും ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് നോക്കുക, വിഡ്രോവൽ ഫ്രം ഡിബഞ്ചേഴ്സ് റിഡംഷൻ റിസർവ് ഈസ് പെർമിസിബിളി ഓൺലി ആഫ്റ്റർ 10% ഓഫ് ഡിബഞ്ചർ ലയബിലിറ്റീസ് ഓഫ് കമ്പനി ഹാസ് ഓൾറെഡി ബീൻ റെഡ്യൂസ്ഡ്. ഓക്കെ നെക്സ്റ്റ് നോക്കുക, ഇൻ കേസ് ഓഫ് റിഡംഷൻ ഡിബഞ്ചേഴ്സ് ഫുള്ളി ഔട്ട് ഓഫ് പ്രോഫിറ്റ് 100% ഓഫ് ഫേസ് വാല്യൂ ഓഫ് ഇഷ്യൂഡ് amount of debenture should be transferred from statement of profit and loss account to DRR account. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ആയിരിക്കണം നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് സെബിയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, നമുക്ക് ജേണൽ എൻട്രീസ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ എന്ന് നോക്കാം. സാധാരണ നോക്കുക, the following journal entries are passed in case of redemption of debentures. ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യുന്ന journal entries. ഫസ്റ്റ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ബാങ്ക്, പുതിയതായിട്ടുള്ള journal entry ആണ്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആസ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ journal entries പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, എ കമ്പനി ഷാൾ ക്രിയേറ്റ് DRR ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 20% ഓഫ് എമൗണ്ട് ഓഫ് ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ്. എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞ പോലെ എല്ലാ കമ്പനിയും എന്ത് ചെയ്യണം? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. ഓക്കെ, ഒന്നാമത്തെ കൺഫ്യൂഷൻ വേണ്ട. ഫസ്റ്റ് ഒന്നാമത്തെ journal entryയിലേക്ക് നമ്മൾ പോകാം. ഫസ്റ്റ് journal entry ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്നുള്ളതാണ്. അതിൽ നരേഷൻ നോക്കുക, എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആസ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർഡ്. അപ്പോൾ അതിൻ്റെ ഒരു നരേഷനായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സെബിയുടെ ഗൈഡ് ലൈന് സെക്കൻഡ് ഗൈഡ് ലൈൻ നോക്കാം. എ കമ്പനി ഷാൾ ക്രിയേറ്റ് ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 20% ഓഫ് എമൗണ്ട് ഓഫ് ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ്. എന്താ അതിൻ്റെ മീനിങ്? നമ്മൾ ഡിബഞ്ചേഴ്സിന് എത്രയാണോ എമൗണ്ട്, ആ എമൗണ്ടിൻ്റെ 25% ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു 10 lakh ആണ് ഡിബഞ്ചേഴ്സ് എങ്കിൽ അതിന് 25% 2,50,000 നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ journal entry ആണ് ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. ദെൻ രണ്ടാമത്തത് journal entry ബാങ്ക് അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അത് ബാങ്ക് വഴി നമുക്ക് കിട്ടുന്ന എമൗണ്ട്. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപയുടെ 25% ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചൊരു ലാഭമാണ്. ആ ലാഭത്തിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്, അത് കിട്ടുന്നതായിട്ട് കാണിക്കുന്നതാണ് രണ്ടാമത്തെ journal entry. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നരേഷൻ റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഒന്നാമത്തെ journal entryയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് രണ്ടാമത്തെ journal entryയിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ journal entry ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് നമുക്ക് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നതും അതുപോലെ ഡിബഞ്ചർ റിഡംഷനിൽ കിട്ടുന്നതും. അതായത് നമ്മൾ ഒന്നാമത്തെ journal entry എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ബാങ്കിലൂടെ എന്താക്കി, ബാങ്കിൽ
ഒക്കെ നമ്മളിവിടെ ഒന്നാമത്തെ ജേണൽ എൻട്രിയിൽ പറഞ്ഞു എന്താണ് ബാങ്കിലൂടെ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് വഴി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 10 lakhൻ്റെ 25% 2.5 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതിൻ്റെ എമൗണ്ട് കിട്ടുന്ന ജേണൽ എൻട്രിയാണ് മൂന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. നരേഷൻ നോക്കുക, എമൗണ്ട് റിയലൈസേഷൻ ഓൺ സെയിൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത്. നാലാമത്തെ ജേണൽ എൻട്രി നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞു, കമ്പൽസറി ആയിട്ട് നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് എടുത്തിട്ടാണ് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് 10 lakh നമുക്ക് എന്ത് ചെയ്യണം, 10 lakh rupees ഡിബഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു 50 lakh ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ടും DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് പറഞ്ഞത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. നരേഷൻ നോക്കുക, എമൗണ്ട് ട്രാൻസ്ഫർ ടു DRR അക്കൗണ്ട്. ദെൻ ലാസ്റ്റ് ജേണൽ എൻട്രി DRR അക്കൗണ്ട് അപ്റ്റർ ടു ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി. ഇങ്ങനെ 5 ജേണൽ എൻട്രീസാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നോക്കാം, നമ്മളൊരു കമ്പനി ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്ത്, നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എ കമ്പനി ഷാൾ ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 25% ഓഫ് ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി എന്ത് ചെയ്യണം, 25% ഫേസ് വാല്യൂടെ എന്ത് ചെയ്യണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ 25% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കണം. അതായത് നമ്മുടെ ഒന്നാമത്തെ ജേണൽ എൻട്രിയുടെ കാര്യമാണ് പറയണത്. ദെൻ അതുകൂടാതെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എ കമ്പനി മസ്റ്റ് ട്രാൻസ്ഫർ 50% ഓഫ് ടോട്ടൽ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. അതായത് ഫേസ് വാല്യൂടെ 50% നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2 പോയിൻ്റ് നോട്ട് ചെയ്യുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വളരെ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ജേണൽ എൻട്രീസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ഒന്നുകൂടി റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. പ്രോഫിറ്റ് യൂസ് ചെയ്ത് കാണേണ്ട ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യുന്ന മെത്തേഡാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എമൗണ്ട് എടുത്തിട്ട് ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും കമ്പനീസ് ആക്ട് 2013 പ്രകാരം DRR അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന അക്കൗണ്ട് നമ്മൾ കമ്പൽസറി ആയിട്ടും ക്രിയേറ്റ് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സെബിയുടെ ഗൈഡ് ലൈൻസുകളാണ്. എന്തൊക്കെ ഗൈഡ് ലൈൻസുകളാണ് എന്നുള്ളത് നമ്മൾ നോക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഗൈഡ് ലൈൻസുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, സെക്കൻഡ് വണ്ണ്, എ കമ്പനി ഷാൾ ക്രിയേറ്റ് ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 25% ഓഫ് എമൗണ്ട് ഓഫ് ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തതിൻ്റെ 25% ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ DRR അക്കൗണ്ടിലേക്ക് നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഇതാണ് ഇമ്പോർട്ടൻ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 50% നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, ഡിബഞ്ചേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് നോട്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ ഒന്നുകൂടി ജേണൽ എൻട്രീസ് നോക്കാം. ഫസ്റ്റ്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. നേരത്തെ ഒബ്ലിഗേഷനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രകാരം ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ജേണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത ഒന്നാമത്തെ ജേണൽ എൻട്രിയിൽ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ എന്ത് കിട്ടുക, ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. മൂന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞത് നോക്കുക, ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തിരിച്ചെടുക്കണ തന്നെ ജേണൽ എൻട്രീസ് ആണ്. ഇനി നാലാമത്തെ ജേണൽ എൻട്രി നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു
ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രീസ് ആണ്. ലാസ്റ്റ് വണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അപ്സെറ്റ് ടു ജനറൽ റിസർവ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്തിട്ടുള്ള എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ നിന്ന് ഉള്ള എമൗണ്ട് ജനറൽ റിസർവിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ജേണൽ എൻട്രീസുകളാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ ജേണൽ എൻട്രീസ് വളരെ കറക്റ്റായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഈ പോർഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് സാധാരണ ചോദിക്കാറുള്ളതാണ് പ്രോബ്ലംസുകൾ. ഓക്കെ, താങ്ക് യു.